സൗത്ത് ഇന്ത്യൻ താരങ്ങളിൽ പ്രഭാസിനെ മറികടന്ന് സൂര്യ. എന്നാൽ സൂര്യയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരിക്കലും ഒരു നല്ല ന്യൂസ് അല്ലട്ടോ. കാരണം ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിയ സൗത്ത് ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡ് സൂര്യയുടെ പുതിയ ചിത്രം കങ്കുവയുടെ പേരിലായി എന്നാണ് റിപ്പോർട്ട്. പ്രഭാസിന്റെ രാധേശ്യാമായിരുന്നു ഇതുവരെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്. 2022 റിലീസായ രാധേശ്യാം 350 കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത്. എന്നാൽ 165 കോടി മാത്രമേ നേടാനായുള്ളൂ. നിർമ്മാതാവിന് 130 കോടിയിലധികം നഷ്ടം. അന്ന് പ്രഭാസ് തന്റെ പ്രതിഫലം തിരികെ നൽകിയിരുന്നു. 250 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ കങ്കുവ 2.5 വർഷത്തെ ഷൂട്ടിനും പ്രമോഷനും ശേഷമാണ് തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ ആദ്യ ഷോ അവസാനിച്ചപ്പോൾ തന്നെ ചിത്രത്തിന് മോശം പ്രതികരണം നേരിടേണ്ടി വന്നു. വൻ തുകയ്ക്ക് വിറ്റുപോയ തിയേറ്റർ നോൺ തിയേറ്റർ റൈറ്റ്സുകളിൽ ചിത്രത്തിന്റെ മോശം പ്രകടനം മൂലം വൻ ബാധ്യതയാകുമെന്ന് ഉറപ്പായി. ചിത്രം വിതരണത്തിന് എടുത്തവർ സേഫ് ആവണമെങ്കിൽ 400 കോടി കളക്ഷനെങ്കിലും നേടണമത്രേ. ഇതോടെയാണ് കങ്കുവ മോശം കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. 135 കോടിയാണ് ചിത്രം മൂലമുണ്ടായ നഷ്ടം എന്നാണ് പറയുന്നത്. തമിഴിൽ ഈ വർഷം ഇങ്ങനെ വലിയ താരങ്ങളുടെ വലിയ നഷ്ടങ്ങൾ ആദ്യമല്ല. കമൽഹാസൻ നായകനായ ശങ്കർ ചിത്രം ഇന്ത്യൻ 2ഉം പിന്നാലെ റിലീസ് ചെയ്ത രജനി ചിത്രം വേട്ടയ്യാനും നഷ്ടമുണ്ടാക്കുന്നതിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.